കരിക്കിനേത്ത് കൊലപാതക കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ കേസിൽ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ പോലീസുകാർ നെട്ടോട്ടം ആരംഭിച്ചു. കേസ് അട്ടിമറിക്കുന്നതിനായി കരിക്കിനേത്ത് ഉടമ ജോസിൽ നിന്ന് പണം കൈക്കൂലി വാങ്ങിയെന്ന ഇന്റലിജൻസ് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരാണ് ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ട കരിക്കിനേത്ത് വസ്ത്രാലയത്തിലെ ക്യാഷ്യറായിരുന്ന ബിജു പി ജോസഫിനെ സ്ഥാപനത്തിൽ വെച്ച് കരിക്കിനേത്തുടമ ജോസ്, സഹോദരൻ ജോർജ് എന്നിവർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. കേസിൽ പ്രതികളെ രക്ഷപ്പെടുത്താനായി കൈക്കൂലി വാങ്ങിയ അന്നത്തെ പത്തനംതിട്ട ഡിവൈഎസ്പി, CI, മറ്റു പോലീസുകാർ എന്നിവരെ കേസിൽ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടുവെന്ന വാർത്ത റിപ്പോർട്ടറാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. ഇതോടെയാണ് കേസിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള ശ്രമം പോലീസ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചത്. കേസിന്റെ സമയത്ത് പത്തനംതിട്ട ഡിവൈഎസ്പി ആയിരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിലും, CI ആയിരുന്ന ഉദ്യോഗസ്ഥൻ കോട്ടയത്തെ ക്രൈംബ്രാഞ്ചിലുമാണ് ജോലി ചെയ്യുന്നത്. കോടതി നടപടി വരുന്നതിന് മുൻപ് തയ്യാറാക്കിയ കേസ് ഡയറി ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് കോടതിയിലെത്തിക്കാനാണ് പോലീസുകാരുടെ നീക്കം. കരിക്കിനേത്തുടമ ജോസ് 1-ാം പ്രതിയായും സഹോദരൻ ജോർജ്, ഡ്രൈവർ എന്നിവർ 2-3 പ്രതികളായിട്ടായിരിക്കും കേസ് കോടതിയിലെത്തുക. ഇതിനു പുറമെ ബിജു ജോസഫ് മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന വിവരമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കോടതിയിലെത്തും. ഇത്തരം നടപടികളിലൂടെ കേസിൽ കക്ഷിയാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. കേസ് വീണ്ടും കോടതിയിലെത്തുമെന്ന് ഉറപ്പായതോടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേസിലെ മുഖ്യപ്രതികളെല്ലാവരും. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.